കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം രാജ്യം ഏറ്റെടുത്തതോടെ രാജ്യത്തിന്റെ പല കോണിൽ നിന്നായി ചെറുപ്പക്കാർ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ, സിനിമ, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് പിന്തുണ അർപ്പിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വീണിരിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ വലയ്ക്കുന്ന ഒരു പ്രതിസന്ധി കർഷക സമരക്കാർ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കർഷക സമരക്കാർ ഡൽഹി ലക്ഷ്യമാക്കി ഇരച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രാക്ടറുകളും കാളകളും ഒക്കെയായിട്ടാണ് ഈ സംഘം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയുടെ പല അതിർത്തികളിലായി ഇവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് സൈന്യം വലിയ ഒരു കോട്ടയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഡൽഹിയിലേക്ക് ഇരച്ചു കയറാൻ അവർ അതിശക്തമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേന്ദ്ര സർക്കാരിനെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന ഒരു പ്രതിസന്ധി കർഷക സമരക്കാരും ഈ ജന്തർ മന്ദറിലെ CJP സമരക്കാരും ഒന്നിക്കുമോ എന്നുള്ളതാണ്. എന്നാൽ അത് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. ഇവരെ നേരിടാൻ വലിയൊരു സന്നാഹം തന്നെ ഇറക്കേണ്ടി വരും കേന്ദ്ര സർക്കാരിന്. ഈ ഡൽഹിയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഈ കർഷക സമരക്കാരെ പല അതിർത്തികളിലായിട്ടാണ് ഇപ്പോൾ സൈന്യം തടഞ്ഞിരിക്കുന്നത്, സൈന്യവും പോലീസും. എന്നാൽ ഇത് മതിയാകാതെ വരും. കാരണം രാജ്യത്തിന്റെ പല കോണിൽ നിന്നായിട്ട് കർഷകർ വലിയ രീതിയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഡൽഹി ലക്ഷ്യമാക്കിയാണ് എത്തുന്നത്. ഡൽഹിയിലേക്ക് തങ്ങൾ കയറിയിരിക്കും എന്നാണ് അവർ മുറവിളി കൂട്ടിയിരിക്കുന്നതും. ഇത് മാത്രമല്ല, ഏറ്റവും വലിയ ഒരു കാര്യം ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഈ CJPയുടെ പ്രതിഷേധത്തിന് കർഷക സമരക്കാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, മുൻപ് നടന്ന കർഷക സമരം കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച കർഷക സമരമായിരുന്നു. ഒടുക്കം കേന്ദ്ര സർക്കാരിന് കർഷക സമരക്കാരുടെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സമരക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കോക്രോച്ച് ജനതാ പാർട്ടിയും കർഷക സമരക്കാരും ഒരുമിച്ച് എത്തുകയാണെങ്കിൽ, ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിപത്ത് തന്നെയാണ്. അവർ ഈ സമരക്കാരെ നേരിടാൻ വലിയ രീതിയിൽ പാടുപെടേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ സുരക്ഷ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 16 മെട്രോ സ്റ്റേഷനുകളാണ് അടച്ചിട്ടിരിക്കുന്നത്. ജന്തർ മന്ദറിന്റെ ആ ഭാഗത്തേക്കും ന്യൂഡൽഹിയിലേക്കുമുള്ള മെട്രോ സ്റ്റേഷനുകളാണ് അടച്ചിട്ടിരിക്കുന്നത്. കാരണം ഈ ഭാഗങ്ങളിലേക്ക് ഈ മെട്രോ സ്റ്റേഷനുകൾ പ്രധാനമായും അടച്ചതിനുള്ള ഒരു കാരണം ജന്തർ മന്ദറിലേക്ക് ചെറുപ്പക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ യാത്ര തടയുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിരിക്കുന്നത്. എന്നാൽ ചെറുപ്പക്കാർ നടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് ജന്തർ മന്ദറിലേക്ക്. എന്തായാലും സമരക്കാരെ നേരിടുന്നതിന് വേണ്ടി പശ്ചിമ ബംഗാളിൽ നിന്ന് 20 കമ്പനി അധിക CRPFനെ എത്തിക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അതിന് ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനങ്ങൾക്കും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുമായി 30 കമ്പനി അധിക സേന നിൽക്കുകയാണിപ്പോൾ. ഇതിന്റെ കൂട്ടത്തിലാണ് 20 കമ്പനി അധിക CRPFനെ കൂടി എത്തിക്കുന്നത്. ദ്രുതകർമ്മ സേനയുടെയും ദില്ലി പോലീസിന്റെയും കൂടുതൽ വിന്യാസം ദില്ലിയുടെ പല കോണിലായിട്ട് ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. വേണ്ടിവന്നാൽ കൂടുതൽ സേനയെ ഇറക്കാനുള്ള ഒരു നീക്കത്തിലേക്കുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നീക്കം നടത്തുന്നത്. കർഷക സമരക്കാരെ നേരിടുക അത്ര എളുപ്പമല്ല. കേന്ദ്ര സർക്കാർ വലിയ തോതിൽ പണിപ്പെട്ടത് മുൻപ് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ-US കരാറിനെതിരെ കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ദില്ലിയിലെ കിസാൻ ഘട്ടിലേക്ക് കർഷകർ പ്രതിഷേധ മാർച്ചുമായി നീങ്ങുന്നത്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകരാണ് തലസ്ഥാനത്തേക്ക് നീങ്ങുന്നത്. അതിർത്തികളിൽ ഇതോടെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഹരിയാന അതിർത്തി വഴി ദില്ലിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഹരിയാനയിലെ ബവാന പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് കർഷകർ ഹിസാർ, ശംഭു തുടങ്ങിയ പ്രധാന ടോൾ പ്ലാസകൾ ഉപരോധിച്ചതോടെ ദേശീയപാതകളിൽ ഗതാഗത തടസ്സം കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായിരുന്നു. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭു കോൺക്രീറ്റ് ബാരിക്കേഡുകളും ജലപീരങ്കികളും ഉപയോഗിച്ച് പോലീസ് പൂർണ്ണമായും അടയ്ക്കുകയും അതിർത്തി ജില്ലകളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കരാറിനെതിരെ രാജ്യത്തെ കർഷക സംഘടനകൾ നേരത്തെ എതിർപ്പറിയിച്ചിരുന്നു. കരാറിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കരാറുമായി മുന്നോട്ടു പോകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ദില്ലിയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP സമരം കടുപ്പിക്കുന്നതിനിടെയാണ് കർഷകരുടെ പ്രക്ഷോഭവും എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിൽ 70 പേർ ദില്ലി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്.
5 IPS ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റുവെന്നും പോലീസ് പറയുന്നു. പരിക്കേറ്റവരിൽ സ്പെഷ്യൽ കമ്മീഷണറും DCPമാരും ഉൾപ്പെടും. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന CJP അനുകൂലികളെ എങ്ങനെ നേരിടണമെന്ന് ദില്ലി പോലീസ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴിക്കൂടെ CJP പ്രവർത്തകർ നടത്തുന്ന സമരം, അതിനെ നേരിടണം. മറ്റൊരു വഴിക്കൂടെ കർഷക സമരക്കാരെ നേരിടണം. വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ പോലീസും സൈന്യവും ഒക്കെ എത്തിയിരിക്കുന്നത്. പഞ്ചാബിൽ നിന്നുള്ള 100 കണക്കിന് കർഷകരെ ഹരിയാന പോലീസ് ശംഭു അതിർത്തിയിൽ തടഞ്ഞതോടുകൂടി വലിയ രീതിയിൽ ഇളകിയിറങ്ങിയിരിക്കുകയാണ് കർഷക സമരക്കാർ. ഞങ്ങളെ തടയാമെന്ന് ആരും കരുതണ്ട എന്നും മുൻപ് സംഭവിച്ചതിനേക്കാൾ വലിയ സമരമായിരിക്കും ഇനി കേന്ദ്ര സർക്കാർ കാണാൻ പോകുന്നതെന്നും അവർ വെല്ലുവിളിക്കുന്നുണ്ട്. ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വന്നതോടെ കർഷകർ ശംഭു അതിർത്തിയിൽ തന്നെ പ്രതിഷേധ സമരം ഇപ്പോൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ഒത്തുകൂടാനുള്ള തങ്ങളുടെ ജനാധിപത്യ അവകാശം ഹരിയാന, പഞ്ചാബ് സർക്കാരുകൾ തടയുകയാണെന്ന് കർഷകർ ശക്തമായി ആരോപിച്ചിട്ടുണ്ട്. പഞ്ചാബ് അതിർത്തിക്കുള്ളിലാണ് ഹരിയാന പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചതെന്നും ഇത് പ്രതിരോധിക്കുന്നതിന് പകരം പഞ്ചാബ് സർക്കാർ മൂകസാക്ഷിയായി മാറിയിരിക്കുകയാണെന്നും BKU ഷഹീദ് ഭഗത് സിംഗ് നേതാവ് തേജസ്വീർ സിംഗ് കുറ്റപ്പെടുത്തി. അതേസമയം പഞ്ചാബിൽ നിന്നുള്ള വാഹന വ്യൂഹങ്ങൾ തടയപ്പെട്ടുവെങ്കിലും അംബാല, കുരുക്ഷേത്ര തുടങ്ങിയ സമീപ ജില്ലകളിൽ നിന്നുള്ള ഹരിയാനയിലെ കർഷകർ ഡൽഹിയിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദേശ് ബച്ചാവോ മോർച്ചയുടെ ബാനറിലാണ് മഹാപഞ്ചായത്തും പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചിരിക്കുന്നത്. കുറഞ്ഞ വിലയിലുള്ള വിദേശ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കുന്ന ഇന്ത്യ-US വ്യാപാര കരാർ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ക്ഷീര കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്കും കനത്ത ആഘാതം സൃഷ്ടിക്കുമെന്ന് കർഷക സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിർദ്ദിഷ്ട കരാർ ചില ഉൽപ്പന്നങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും കൃഷി, ക്ഷീരമേഖല, വ്യവസായം, ഡിജിറ്റൽ വ്യാപാരം, ഇ-കൊമേഴ്സ്, സർക്കാർ സംഭരണം, ബൗദ്ധിക സ്വത്തവകാശം, സേവന മേഖല എന്നിവയെയും ഇതിൽ ഉൾപ്പെട്ടേക്കാമെന്നും കിസാൻ മസ്ദൂർ മോർച്ച നേതാവ് സർവൻ സിംഗ് പന്ധർ ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട കർഷകർ നിർദ്ദിഷ്ട വ്യാപാര കരാർ ഉപേക്ഷിക്കണമെന്നും കർഷകരുടെയും സാധാരണക്കാരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യ-US സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ പിൻവലിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. കരാറുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കേന്ദ്ര സർക്കാർ ഉടൻ പരസ്യപ്പെടുത്തണമെന്നും കർഷകർ, തൊഴിലാളികൾ, ക്ഷീര കർഷകർ, ചെറുകിട വ്യാപാരികൾ എന്നിവരുമായി സമഗ്രമായ കൂടിയാലോചനകൾ നടത്തിയ ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കാവൂ എന്നും സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും ഒരു കർഷക സമരത്തിന് രാജ്യം സാക്ഷിയാവുകയാണ്. 2000-ലധികം ട്രാക്ടറുകളിൽ 1/4 ലക്ഷത്തോളം വരുന്ന കർഷകരാണ് നീണ്ട സമരത്തിന് തയ്യാറെടുത്ത് ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിനെതിരായ കർഷകരുടെ ഈ പുതിയ സമരം അതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല.